നമസ്കാരം. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇറാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2026 ഫെബ്രുവരി 28-ന് ടെഹ്റാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടുള്ള ശക്തമായ ബോംബ് സ്ഫോടനം, ആയത്തുള്ള അലി ഖമേനി, മറ്റ് 48 ഉന്നത ഉദ്യോഗസ്ഥർ അവർ കൊല്ലപ്പെട്ട ആ വാർത്ത ലോകത്തെ ഞെട്ടിച്ച ഒന്നാണ്. യുദ്ധം തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ലോകം അത്ഭുതത്തോടെ, അതിലേറെ അവിശ്വസനീയമായിട്ടാണ് ആ വാർത്ത കേട്ടത്. എന്നാൽ ഈ വിയോഗത്തിന് ശേഷം നീണ്ട 4 മാസക്കാലം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ നിശബ്ദത, ആ നിശബ്ദതയെ പാശ്ചാത്യ ലോകവും ഇസ്രായേലും തങ്ങളുടെ വിജയമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. യാഥാർത്ഥ്യം അതല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി മറ്റുള്ളവർക്ക്. US-ഇസ്രായേൽ സഖ്യത്തിന്റെ വശത്തുണ്ടായിരുന്ന കടുത്ത ആക്രമണ ഭീഷണികളും അതിനെ തുടർന്ന് രൂപപ്പെട്ടിട്ടുള്ള അതീവ ഗുരുതരമായ യുദ്ധ സാഹചര്യമാണ് ഈ സംസ്കാര ചടങ്ങുകൾ, ആയത്തുള്ള ഖമേനി അടക്കമുള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ ഇത്രയും മാസങ്ങൾ വൈകാനിടയാക്കിയത്. ശത്രുക്കളെ ഭാഗത്തു നിന്നുള്ള ചാരക്കണ്ണുകളെ പ്രതിരോധിക്കുക എന്നത് ഇറാന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ഇസ്ലാം മത വിശ്വാസപ്രകാരം നമുക്കറിയാം, ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള എംബാമിംഗ് രീതികൾ നിഷിദ്ധമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളുടെ ശരീരങ്ങളൊക്കെ അത്തരത്തിൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒന്നും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കേണ്ട. പക്ഷെ ഇറാൻ അങ്ങനെ ഒരു രാജ്യമല്ല. ഇറാൻ കൃത്യമായ വിശ്വാസ സംഹിതയിൽ ഊന്നിപ്പോകുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ഇറാൻ അങ്ങോട്ട് ആരെയും കയറി ആക്രമിക്കാത്തത്. ഇങ്ങോട്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കൂ എന്നത് അവരുടെ ഒരു ശീലമാണ്. നോക്കൂ, ഇറാന്റെ പരമോന്നത നേതാവിനെ കൊന്നിട്ടുകൂടി ആ സമയത്ത് യുദ്ധം എല്ലാം നടന്നു. പക്ഷെ സമാധാന കരാർ വന്നതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയോ വകവരുത്താനോ അല്ലെങ്കിൽ അതിനുള്ള യാതൊരു ശ്രമങ്ങളും നടത്തിയിരുന്നില്ല. കാരണം ഒരു കരാർ വന്നു കഴിഞ്ഞാൽ ആ കരാർ പാലിക്കുക എന്നത് ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ അവരുടെ നിലപാടാണ്. ആ നിലപാട് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം സമാധാനപരമായിട്ട് നിൽക്കുന്നതും. അതല്ല, ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സമാന നിലപാടായിരുന്നു ഇറാൻ എന്നുണ്ടെങ്കിൽ എന്ന് പശ്ചിമേഷ്യ ഉണ്ടാകുമായിരുന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ എംബാമിംഗ് രീതികളൊക്കെ ഇസ്ലാമികമായി നിഷിദ്ധമാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കാൻ അതീവ സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഒരുക്കി, ആ കേന്ദ്രങ്ങളിൽ അതിതീവ്രമായ -ഡിഗ്രി ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കി, ആ സംവിധാനങ്ങളാണ് ഇറാൻ ഉപയോഗിച്ചത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ശത്രുക്കളുടെ സൈനിക നീക്കങ്ങളെ വളരെ തന്ത്രപരമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഒടുവിൽ ഈ ജൂലൈ മാസത്തിലെ ഇപ്പോ സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ജൂലൈ 4 മുതൽ ജൂലൈ 9 വരെയുള്ള 6 ദിവസങ്ങളിലായി 3 പ്രധാന ഘട്ടങ്ങളിലായിട്ടാണ് ഇറാന്റെ ഭരണകൂടം ഈ അയത്തുള്ള ഖമേനിക്ക് കൊടുക്കുന്ന വിടപറച്ചിൽ ചടങ്ങുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിൽ രാജ്യത്തിന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലവിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കില് ഇറാന്റെ പതാകയിൽ പൊതിഞ്ഞ ഒരു കോഫീനിൽ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുണ്ട്. ജൂലൈ 4, 5 തീയതികളിൽ, അതായത് ഇന്നും നാളെയുമായി ഔദ്യോഗിക ചടങ്ങുകൾ നടക്കും. ജൂലൈ 6-ന് ടെഹ്റാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിലാപയാത്ര നടത്തി ജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അതിവിപുലമായ അവസരം ഒരുക്കും എന്ന വാർത്തയും വരുന്നു. കാരണം അയത്തുള്ള ഖമേനി കേവലം ഇറാന്റെ ഒരു ഭരണാധികാരി മാത്രമല്ല, ഇറാന്റെ മുഴുവൻ അവരുടെ ആത്മീയ ഗുരുവാണ്, ആത്മീയ നേതാവ് കൂടി ആയിരുന്നു. ആ ആത്മീയ നേതാവിനെ വകവരുത്തിയതാണ് ഇസ്രായേലിനും അമേരിക്കയും കിട്ടിയിട്ട് ഏറ്റവും വലിയ തിരിച്ചടി. നേരെ മറിച്ച് ഇറാഖിൽ അമേരിക്ക ചെയ്തിരുന്നത് പോലെ സദ്ദാം ഹുസൈനെ പോലെ ഒരു ഭരണാധികാരി ആയിരുന്നു ഈ അയത്തുള്ള ഖമേനി എന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒരു വൈകാരികതയ്ക്ക് ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇറാനിലെ അവസ്ഥ അതല്ല. ഇറാന്റെ ഭരണാധികാരി മാത്രമല്ല, ഇറാന്റെ ആത്മീയ ഗുരു കൂടി ആയതുകൊണ്ട് അത്രത്തോളം വൈകാരികത വരും. അതുകൊണ്ടാണ് ഭിന്നിച്ചു നിന്നിരുന്ന ജനസമൂഹം പോലും അയത്തുള്ള ഖമേനിയുടെ മരണശേഷം അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെ വാളെടുത്ത് തിരിയാൻ ഒന്നിച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ ജനലക്ഷങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇറാൻ ഒരുക്കും. അതിനുശേഷം ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയമായിട്ടുള്ള വിപ്ലവങ്ങളുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഖൂം നഗരത്തിലും ചടങ്ങുകൾ നടക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ചടങ്ങുകളുടെ 2ാം ഘട്ടം അയൽ രാജ്യമായ ഇറാഖിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ഇറാഖിലെ ഷിയ സമൂഹത്തിന് അയത്തുള്ള അലി ഖമേനി കേവലം ഒരു രാജ്യത്തിന്റെ നേതാവ് മാത്രമല്ല, തങ്ങളുടെ പ്രതിരോധത്തിന്റെ മുഖം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൗതിക ശരീരം ഇറാഖിലെ ബാഗ്ദാദ്, കർബല, നജാഫ് എന്നീ 3 പ്രധാന നഗരങ്ങളിൽ എത്തിച്ച് അവിടുത്തെ ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങും. ഇതിന്റെ ഭാഗമായി ഇറാഖ് ഭരണകൂടം ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നീക്കം US-ഇസ്രായേൽ സഖ്യത്തിനുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടിയാണ്. 3ാമത്തെ ഘട്ടത്തിൽ, അതായത് ജൂലൈ 9-ന് ഖമേനിയുടെ ജന്മസ്ഥലമായിട്ടുള്ള ഇറാന്റെ വടക്കേ അറ്റത്തുള്ള മഷഹാദ് നഗരത്തിൽ വെച്ചിട്ടാണ് അന്തിമമായി ഖബറടക്കം നടക്കുക. ഈ ചടങ്ങുകളുടെ
പങ്കാളിത്തവും അതുപോലെ രാഷ്ട്രീയ പ്രാധാന്യവും ഒക്കെ വളരെ വളരെ വലുതാണ്. ഈ 6 ദിവസങ്ങളിലായി 1.5 കോടി മുതൽ 2 കോടി വരെ ജനങ്ങൾ തെരുവിലിറങ്ങും എന്നാണ് ഇറാൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് പാശ്ചാത്യ പ്രൊപ്പഗണ്ടകൾ തകർന്ന് തരിപ്പണമായി പോണത്. ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളും നിരന്തരം പ്രചരിപ്പിക്കുന്നത് ഇറാൻ ജനത അവിടുത്തെ ഭരണകൂടത്തെ വെറുക്കുന്നു എന്നാണ്. അതായത് ആയത്തുള്ള ഖമൈനി അടക്കമുള്ള ഭരണകൂടത്തെ ഇറാൻ ജനത വെറുത്തിരുന്നു. ആ വെറുത്ത ഒരു ഭരണകർത്താവിനെയാണ് തങ്ങൾ വകവരുത്തിയത് എന്നാണ് ട്രംപ് അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ജനസമുദ്രം തെളിയിക്കുന്നത് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും പ്രൊപ്പഗണ്ടകൾ തികച്ചും തെറ്റാണ് എന്ന് തന്നെയാണ്. തങ്ങൾ എപ്പോഴും ഭരണകൂടത്തിനൊപ്പമാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ അവസരമായിട്ടാണ് ഇറാൻ ജനത ഈ ചടങ്ങിനെ മാറ്റിയെടുക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലും US ആഗ്രഹിച്ചിട്ടുള്ള ഒറ്റപ്പെടുത്തല് ഈ ചടങ്ങിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടില്ല. ഇന്ത്യ, റഷ്യ, ചൈന ഉൾപ്പെടെ ഏകദേശം 27ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികൾ ഇതിനോടകം തന്നെ ടെഹ്റാനിൽ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് വിദേശകാര്യ സഹമന്ത്രിയും ബീഹാർ ഗവർണറും അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിനെല്ലാം പുറമെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രധാന എതിരാളികളായിരുന്ന സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഈ സംസ്കാര ചടങ്ങിൽ ഔദ്യോഗികമായി പങ്കാളികളാകുന്നുണ്ട്. ഇത് ഇസ്രായേലിന്റെ നയതന്ത്ര നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് വേണം കരുതാൻ. കാരണം വളരെ ആസൂത്രിതമായി ഇറാനെ പശ്ചിമേഷ്യൻ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്താൻ അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ എവിടെയും എത്തിയിട്ടില്ല, അഥവാ എങ്ങും എത്തിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ഒരു കൂടിച്ചേരൽ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും കടുത്ത സുരക്ഷാ ആശങ്കകൾക്കിടയിലാണ് ഈ വിടപറച്ചിൽ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്. ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇറാന്റെ മറ്റു ഉന്നത സൈനിക നേതാക്കളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയോ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിർന്നേക്കാമെന്നുള്ള കടുത്ത ഭീഷണിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നിന്നും വന്നിട്ടുള്ള ഇറാന്റെ വിമാനത്തിന് ചുറ്റും ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ വട്ടമിട്ട് പറന്നത് ഈ സുരക്ഷാ ഭീഷണിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ തരം താഴ്ന്ന ഏതൊരു സൈനിക നീക്കത്തിനും മടിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇറാൻ മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതെല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട്. നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങുകൾ നടത്താനായി മുന്നിട്ടിറങ്ങുന്നത്. ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഖമേനിയുടെ മകനും ഇപ്പോഴത്തെ പ്രധാന വ്യക്തിത്വവുമായിട്ടുള്ള മുജ്തബ ഖമേനി ഈ ചടങ്ങുകളിൽ പരസ്യമായി പങ്കെടുക്കാത്തത്. ഫെബ്രുവരിയിലെ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നേരിട്ടുള്ള വധഭീഷണിയോ ആണ് ഇതിന് കാരണമായി പറയുന്നത്. ശത്രുക്കൾക്ക് മറ്റൊരു അവസരം കൂടി വെറുതെ നൽകണ്ട. കനത്ത മുൻകരുതലുകളോടെയും തന്ത്രപരമായ നീക്കങ്ങളോടെയും ഇറാൻ ഭരണകൂടം ഈ വിടപറച്ചിൽ ചടങ്ങുകൾ നടത്തുമ്പോൾ ഈ 6 ദിവസത്തെ ചടങ്ങുകൾ കേവലം ഒരു വിലാപയാത്രയല്ല, മറിച്ച് US ഇസ്രായേൽ അച്ചുതണ്ടിനെതിരെയുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് എന്നതാണ് വിളിച്ചു പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.